വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് സ്നേഹമില്ലെങ്കിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 13 2 വാക്യം. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. പ്രവചനവരം തീർച്ചയായും ഒരു മഹത്തായ സമ്മാനമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് തന്റെ പ്രവാചകന്മാരിലൂടെ ഇപ്പോഴും നമ്മോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് വളരെ അത്ഭുതകരമാണ്. കർത്താവുമായുള്ള നമ്മുടെ നടത്തത്തിൽ അവർ ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ആ സ്നേഹ സന്ദേശങ്ങൾ നൽകുന്ന പ്രവചനവരം ഉള്ളവരും സ്നേഹത്താൽ നിറയണം. നീരുറവയിലെ വെള്ളം ഹാൻഡ് പമ്പിലൂടെ എടുക്കുമ്പോൾ പലതവണ തുരുമ്പിന്റെ ചില കണകങ്ങൾ കാണാം, അല്ലെങ്കിൽ എണ്ണയുടെ അംശം വെള്ളത്തിൽ കാണാം. ഇത് ജലധാര മലിനമായതുകൊണ്ടല്ല, എന്നാൽ കൈ പമ്പിലെ പ്രശ്നങ്ങൾ കാരണമാണ്. പ്രവചനം സമ്മാനിച്ച വ്യക്തി സ്നേഹമില്ലാത്തവനാണെങ്കിൽ അവന്റെ പ്രവചന സന്ദേശത്തിലൂടെ അവന്റെ കയ്പും കോപവും തീഷ്ണതയും പുറത്തുവരും. അത് പ്രവചനത്തെ അർത്ഥശൂന്യമാക്കുകയും ചെയ്യും. തങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നുള്ള ഉപദേശങ്ങൾ പോലും സ്വീകരിക്കാൻ ആളുകൾക്ക് കഴിയും. എന്നാൽ തങ്ങളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ഇത് സംഭവിക്കുകയാണെങ്കിൽ അവർ ഹൃദയകഠിനന്മാരായി മാറും, അംഗീകരിക്കില്ല. അതിനാൽ സ്നേഹമാണ് ഏറ്റവും പ്രധാനം. അതുപോലെ ഒരു വ്യക്തിക്ക് അറിവ് നൽകാം. മറ്റുള്ളവർക്ക് ഗ്രഹിക്കാത്ത തിരുവെഴുത്തുകളുടെ ആഴമേറിയ രഹസ്യങ്ങൾ അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. അവൻ ഒരു വലിയ ബൈബിൾ പണ്ഡിതനായിരിക്കാം. കൂടാതെ 2ാം വരവിനെക്കുറിച്ചും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കാനും കഴിഞ്ഞേക്കാം. എന്നാൽ സ്നേഹമില്ലാത്ത അത്തരം അറിവ് ഒരു പ്രയോജനവുമില്ലാത്തതാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വരങ്ങളും യോഗ്യതകളും സംബന്ധിച്ച് ഒട്ടും പ്രധാനമല്ല. യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത് ഇതാണ്: നിങ്ങൾ ദൈവിക സ്നേഹത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കും വരം എന്തായാലും, അത് പ്രവചനമായാലും അന്യഭാഷ സംസാരിക്കുന്നതായാലും രോഗശാന്തിയുടെ വരമായാലും, നിങ്ങൾക്ക് സ്നേഹമില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വളരെ സാധാരണമായി തോന്നുന്ന ഒരു ടെലിഫോണിലോ മൊബൈൽ ഫോണിലോ നോക്കുക. എന്നാൽ വിദേശത്ത് താമസിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി അതേ ഉപകരണത്താൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷം കൊണ്ട് നിറയും. മറുവശത്തുള്ള വ്യക്തിയുടെ ശബ്ദവും സ്നേഹവും കേൾക്കാനും അനുഭവിക്കാനും നിങ്ങൾ വളരെ ആവേശഭരിതരാകുന്നു. എന്നാൽ മറ്റു സമയങ്ങളിൽ ഇതൊരു സാധാരണ ഫോൺ പോലെ തന്നെ തുടരുന്നു. അതുപോലെ കർത്താവ് ഒരു ഫോണിലൂടെ സംസാരിക്കുന്നത് പോലെ പ്രവാചകനിലൂടെ സംസാരിക്കുന്നു. പ്രവാചകന് ആത്മാക്കളോട് സ്നേഹമില്ലെങ്കിൽ ആ സന്ദേശം നിലയ്ക്കും. പ്രവാചകന്മാർ ദൈവത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നത് സത്യമാണ്. എന്നാൽ പ്രവാചകന്റെ ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ അവന്റെ എല്ലാ വരങ്ങളും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 യോഹന്നാൻ 4 20 വാക്യം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ശമൂവേൽ 22, 23, 24 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 12 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.